ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. യെസ്, ഞാൻ വീണ്ടും ചിരിക്കുന്നു. 4 ഗോള്, അതും നമ്മുടെ സമ്മർ സൈനിങ്സ് ആയ എസെ ആൻഡ് ഗ്യോക്കറേസ് രണ്ട് ഗോൾ വീതം അടിച്ചിരിക്കുന്നു. റിയലി ഹാപ്പി വിത്ത് ടീംസ് ഓവറോൾ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ. പ്രശ്നങ്ങൾ കുറേ ഉണ്ട്, അതിലേക്ക് നമുക്ക് പതുക്കെ ഒന്നൊന്നായിട്ട് കിടക്കാം. ആദ്യം തന്നെ ടീമിൻ്റെ ഫസ്റ്റ് 11 സെലക്ഷൻ. എഗെയിൻ മൊസ്കേറ വന്നു കഴിഞ്ഞ് ടിംബറിൻ്റെ ആ ഒരു ആബ്സെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് ഇത് ആദ്യം തന്നെ ചെയ്തില്ല? വൈ മാൻ മാനേജ്മെൻറ്റ്? അർട്ടറ്റ ബ്രോ, മാൻ മാനേജ്മെൻറ്റ്. സുബമെൻഡി ഓവർ യൂസ് ചെയ്യുകയാണ്. സാക്ക, സുബമെൻഡി, ടിംബർ അവരുടെയൊക്കെ അട്ടപ്പ് തെറിച്ചിരിക്കുകയാണ്. അവരുടെയൊക്കെ മൈലേജ് പൊട്ടിയിരിക്കുകയാണ്. മറ്റേ എന്താ പറയുന്ന ഒരു ടൈമിംഗ് ബെൽറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ലാസ്റ്റ് നൂലയിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ടൈമിംഗ് ബെൽറ്റിൻ്റെ കമോൺ, മാൻ മാനേജ്മെൻറ്റ്. പ്ലേയേഴ്സ് ഉണ്ട്, ജസ്റ്റ് മാനേജ് ദീസ് പ്ലേയേഴ്സ്. ആൻഡ് അത് നമുക്ക് കളിയിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സുബമെൻഡി ആയാലും ശരി, റൈസ് അല്ല, നമ്മുടെ ടിംബർ ആയാലും ശരി, സാക്ക ആയാലും ശരി, ദേ വർ ടയേർഡ്. ലാസ്റ്റ് 70 മിനിറ്റ് വരുമ്പോഴത്തേക്ക് ദേ ആർ റിയലി ടയേർഡ്. ടിംബറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ബെഞ്ചിൽ പോലും പോവാതെ ആ സൈഡ് ലൈനിന് ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് ശ്വാസം വിടുമായിരുന്നു. കഷ്ടമുണ്ട് അർട്ടറ്റ. ദീസ് ആർ നോട്ട് പ്ലേയേഴ്സ് ഹു ആർ യൂസ്ഡ് ടു ദ പ്രീമിയർ ലീഗ് ഇൻറ്റൻസിറ്റി. മാൻ മാനേജ്മെൻറ്റ്. സുബമെൻഡി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ ടോട്ടൽ എങ്ങാണ്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 40 ഗെയിം കാണാൻ കളിച്ച് കാണും. ഐ എം നോട്ട് ഷുവർ, ഐ ഹാവ് ടു ചെക്ക്. ബട്ട് സ്റ്റിൽ സ്പാനിഷ് ലീഗിലായിരുന്നു കളിച്ചത്. സോ ഡെഫിനറ്റ്ലി ഇത്രയും ഗെയിം എന്തായാലും കളിച്ചിട്ടില്ല. ഇപ്പോൾ സീസൺ ലൈക്ക് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓൾറെഡി പുള്ളി കളിച്ചതിൻ്റെ ടോട്ടൽ ഗെയിം ഓൾറെഡി മാച്ചായി കാണും ഈ സീസണിൽ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മാൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സുബമെൻഡിനെ കളിപ്പിച്ചത് പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. ബട്ട് ടിംബർമാൻ കഴിഞ്ഞ കളിയിൽ ഏത് പൊട്ടക്കണ്ണനും കണ്ടാൽ അറിയായിരുന്നു ഹി വാസ് റിയലി ഡെഡ് ടയേർഡ്, ഡോഗ് ടയേർഡ്. ഒരു റെസ്റ്റ് കൊടുക്ക്. മൊസ്കേറ ഓക്കെ, ബെൻ വൈറ്റ് ബെഞ്ചിൽ പോലും ഞാൻ കണ്ടില്ല. സോ ഐ ഡോണ്ട് നോ, മേ ബി ബെൻ വൈറ്റും ഇഞ്ചോർഡ് ആയിരുന്നു. ബട്ട് മൊസ്കേറ നല്ലൊരു ഇതായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഐ ഡിഡ്ന്റ് ഫീൽ ആബ്സെൻസ് ഓഫ് നമ്മുടെ ടിംബറിൻ്റെ. ശരിയാണ്, ടിംബറിൻ്റെ ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് ചിലപ്പോൾ മൊസ്കേറനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരുമായിരിക്കും. അതൊരു ഇഷ്യൂ ഉണ്ട്. ബട്ട് സ്റ്റിൽ കമോൺ, മാൻ മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ വിൻ ഓർ ലൂസ് ചെയ്യാൻ പോകുന്നത്. അർട്ടറ്റ നീഡ്സ് ടു റൊട്ടേറ്റ് ദ സ്ക്വാഡ് പ്രോപ്പർലി. ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്, ഉള്ള സ്ക്വാഡിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ മെറീനോ ഇഞ്ചോർഡാണ്, അത് എന്താണ് ഹാവേർഡ്സ് ഇഞ്ചോർഡാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഐ നോ ഐ ആം ടോക്കിംഗ് സോ മച്ച് അബൌട്ട്, കാരണം ദാറ്റ്സ് ദ കീ. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. വി സ്റ്റാർട്ട് ഓഫ് റിയലി വെൽ. എഗെയിൻ ഞാൻ ലൈവ് പോയൊരു മാച്ചായിരുന്നു. ലൈവ് പോയ മാച്ചിൽ ഞാൻ പറഞ്ഞായിരുന്നു, ആർസണൽ ഗോൾ അടിക്കുന്ന കാണാനല്ല ഞാൻ നോക്കി നിൽക്കുന്നത്. ഗോൾ അടിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഗോൾ അടിച്ചു കഴിഞ്ഞ് നമ്മൾ എങ്ങനെ പൊസഷൻ മെയിൻറ്റെയിൻ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ കളിക്കും എന്നാണ് എനിക്ക് കാണേണ്ടതെന്ന്. കാരണം നമ്മൾ കഴിഞ്ഞ കളി എടുത്തു നോക്കിയാൽ ബ്രെൻഫോർഡ്, വൂൾഫ്സ്, ഈ പറയുന്ന ഈവൻ ഇന്നത്തെ കളിയിൽ ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കളിക്കാൻ മറന്നു പോകുന്ന പോലത്തെ കളിയാണ് കളിക്കുന്നത്. ഇന്നും അത് തന്നെ സംഭവിച്ചു. എസയുടെ ഫസ്റ്റ് ഗോള്, സാക്കയുടെ അസിസ്റ്റ്, റൈറ്റ് വിങ്ങിൽ നിന്ന് വരുന്നു, കട്ട് ചെയ്യുന്നു, എസെ അത് ഫിനിഷ് ചെയ്യുന്നു. അഗെയിൻ എസെ സ്കോർസ് ഹിസ് 4th നോർത്ത് ലണ്ടൻ ഡാബി ഗോൾ. ഞാൻ ഓൾ ഹാപ്പി. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഗൈസ് വെയിറ്റ് ഡോണ്ട് സെലിബ്രേറ്റ് യെറ്റ് എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ആൻഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്ലെയർ ഇന്ന് ഒരു മിസ്റ്റേക്ക് വരുത്തി, അത് റൈസ്. I never expected him to do that, but I think നമുക്ക് അതൊന്ന് പോട്ട് സാരമില്ല എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കാരണം ഒരു മിസ്റ്റർ കൺസിസ്റ്റൻറ്റ് എന്നൊരു ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് റൈസിനാണ് ഈ സീസണും കഴിഞ്ഞ സീസണും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്കത് പോട്ട് സാരമില്ല എന്നുള്ള ആ ഒരു വകുപ്പിൽ എഴുതി തള്ളാവുന്നതാണ്. സോ റൈസ് ഒരു മിസ്റ്റേക്ക് വരുന്നു, അത് ക്യാപിറ്റലൈസ് ചെയ്ത് ടോട്ടനം 1-1 ഫസ്റ്റ് ഹാഫ് ഈക്വലൈസ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് അങ്ങനെ 1-1 എന്ന നിലയിൽ
ക്ലോസ് ആവുന്നു. ഇതിനിടയ്ക്ക് ആഡ് ബോർഡിൻ്റെ ആ ഒരു വൈറ്റ് കളർ കാരണം ഗെയിം ഒന്ന് ഹോൾഡായി. ആ സമയം വരേക്കും നമ്മൾ നല്ല ടെമ്പോയിൽ കളിച്ചു. ആ ടെമ്പോ അങ്ങ് ബ്രേക്കായി. അങ്ങനത്തെ ഇടയ്ക്ക് കുറച്ച് കേസ് കെട്ടുകളുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എഗെയിൻ ആ ഒരു പാറ്റേൺ വീണ്ടും കണ്ടപ്പം ആസ് എൻ ആർസണൽ ഫാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. എന്താണ് നമ്മൾ ഈ കാണിക്കുന്നത്? നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട്. ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ അറിയാം, ബേസിക്സ്, ഹൗ ക്യാൻ യു ഫോർഗെറ്റ് ബേസിക്സ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നു. എഗെയിൻ അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു വിത്ത് എ ബാങ്ങർ. ടിംബറിൻ്റെ ഒരു കിട്ടിലൻ കട്ട് ത്രൂ പാസ് ടു അത് എത്ര ലൈക്ക് ഓൾമോസ്റ്റ് ഫ്രം എ ഡിഫെൻസീവ് ലൈനിൽ നിന്ന് ഒരു പാസ്, ഹാഫ് വേ ലൈനിൽ നിന്ന് ഒരു പാസ് നമ്മുടെ ഗ്യോക്കറൈസ് ബുള്ളറ്റ് ഷോട്ട്, അത് ഗോളാവുന്നു. ഗ്രേറ്റ് ഗോൾ. 2-1 എന്ന നിലയിലേക്ക് വരുന്നു. അപ്പോഴും ഐ വാസ് കോഷ്യസ്. ഓക്കെ, വെയിറ്റ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനിയും ഹാൻഡിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ നമ്മൾ വി ഹാവ് ടു ഗിവ് ക്രെഡിറ്റ് ടു ദ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്. ഒരുപാട് മിസ് പാസസ് ഒന്നും കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പെതുക്കെ നമ്മൾ മെച്യൂർ ആവാൻ തുടങ്ങി. പെതുക്കെ നമ്മൾ ആ ഗെയിം പ്രൊഫഷണലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ തേർഡ് ഗോൾ വരുന്നത്. ആ തേർഡ് ഗോള് ഗ്യോക്കറൈസിന് ബോൾ കിട്ടുന്നു. ഗ്യോക്കറൈസ് അത് ബ്യൂട്ടിഫുള്ളി ഹെൽഡപ്പ് പ്ലേ ചെയ്യുന്നു. ഹെൽഡപ്പ് പ്ലേ ചെയ്തിട്ട് ബ്യൂട്ടിഫുള്ളി നമ്മുടെ എസേക്ക് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. എസെ അത് ക്യാരി ചെയ്ത് ഫോർവേഡിലേക്ക് വന്നിട്ട് സാക്കയ്ക്ക് കൊടുക്കുന്നു. സാക്ക അത് കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നു. ആ ഷോട്ട് ബ്ലോക്ക് ആവുന്നു. നേരെ എസയിലേക്ക് വരുന്നു. എസെ അത് ഫിനിഷ് ചെയ്യുന്നു. എഗെയിൻ 2 ഗോൾസ്. അങ്ങനെ നോർത്ത് ലണ്ടൻ ഡാർവിയിൽ 5 ഗോൾ അടിച്ചിരിക്കുകയാണ് നമ്മുടെ എസെ. ഐ തിങ്ക് ഹി ഹാസ് സംതിങ് പേഴ്സണൽ എഗെയിൻസ്റ്റ് ടോട്ടനം. ആരോ എന്താണ് പുള്ളിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടനം. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ടോട്ടനം ഫാൻസ് ഓർ ഹൂവർ. ഹി ഹാസ് സംതിങ് പേഴ്സണൽ എഗെയിൻസ്റ്റ് ഈ പറയുന്ന ക്ലബിനോട്. അല്ലെങ്കിൽ മൊത്തം ഇപ്പോൾ 5 ഗോള് 2 ഗെയിമിൽ നിന്ന്. ആസ് എ ക്രേസി റെക്കോർഡ് ടു ഹാവ്. അങ്ങനെ നമ്മൾ തേർഡ് ഗോൾ അടിക്കുന്നു. ദാറ്റ് തേർഡ് ഗോൾ ഗേവ് മി എ ലോഡ് ഓഫ് കോൺഫിഡൻസ്. കിട്ടിയില്ല കോൺഫിഡൻസ് ആണ് എനിക്ക് ആ തേർഡ് ഗോളിൽ നിന്ന് വന്നത്. ദെൻ ഇറ്റ് വാസ് ഓൺലി എ മാറ്റർ ഓഫ് ഫിനിഷിങ് ദ ഗെയിം ഓഫ്. അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ പ്രോപ്പർലി ഒരുപാട് ചാൻസസ് നമ്മൾ അതിനിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എഗെയിൻ ആ ഒരു ലാക്ക് ഓഫ് ഫിനിഷിങ്, ക്ലിനിക്കാലിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നം. ചില പ്ലെയേഴ്സിനെ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. ലൈക്ക് പ്ലേയേഴ്സ് ലൈക്ക് ട്രൊസാർഡ്, ഓവർ കുക്കിംഗ്, ഈ വക പരിപാടി അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് ദ ഫോർത്ത് ഗോൾ ഇറ്റ്സ് കംസ് ഫ്രം എഗെയിൻ ഗ്യോക്കറൈസ്. അനദർ ഓഡഗാർഡിൻ്റെ അസിസ്റ്റ്. ഓഡഗാർഡ് അസിസ്റ്റ്, ഗ്യോക്കറൈസ് കട്ടിങ് ചെയ്യുന്നു, ഷൂട്ട്. ഗ്രേറ്റ് ഗോൾ. എ വെരി ഗുഡ് പ്രൊഫഷണൽ ഗെയിം. റിയലി ഹാപ്പി ഫോർ ആർസണൽസ് പെർഫോമൻസ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ. നമുക്ക് ഇനിയും ടഫ് ഗെയിംസാണ് വരുന്നത്. അടുത്ത ചെൽസിയാണ്. സോ അത് കഴിഞ്ഞ് ബ്രൈറ്റൺ, കാരബോ കപ്പിൻ്റെ ഫൈനൽ വരേക്കും നമ്മൾ ഈ ഒരു പെർഫോമൻസ് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. മസ്റ്റ് വിൻ ഓൾ ഗെയിംസ്. ഇനിയത്തെ ഗെയിം എല്ലാം ഫൈനലാണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.